സ്വർഗം ഭൂമി ഈ ദേഹവും ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയുമാകുന്നു. അങ്ങിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കാനും അങ്ങയുടെ പരിശുദ്ധനാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിന്റെ വിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 23-ാമത്തെ ഗീതം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. പരിശുദ്ധ പരനെ നിരന്തര സ്തുതിപ്പിൻ, പാടി തൻ നാമം കൊണ്ടാടി കുമ്പിടുവിൻ. 23-ാമത്തെ ഗീതം. പാടി നാമം കൊണ്ടാടി കുമ്പിടുവിൻ, തിരുജനങ്ങളെ ഉണരിൻ, തന്നാസത്തിരുമുന്നിൽ വണങ്ങിടുവിൻ എന്നേക്കും. നാഥനു നമുക്കു താതനുമായി നല്ല യഹോവയെ എല്ലാവരും സ്തുതിപ്പിൻ. വേദനയാസമെന്നേ തൻ വീട്ടിൽ ഏകനെ പുകഴ്ത്തിടുവിൻ എന്നേക്കും. നമുക്കില്ല കുറച്ചിടുവിൻ പദവീനാം എല്ലാരും ഇഷ്ടത്തോടാചരിക്കാം എന്നേക്കും. ആരവും പാലും ദാനത്തെ ചമച്ചു, വല്ലവൻ നല്ലവൻ എല്ലാരിൽ ഉയർന്നു. ജ്ഞാനത്തോടെ സ്തുതിപ്പിൻ, തൻ പേരിൽ നല്ല കീർത്തികൾ കൊടുപ്പിൻ എന്നേക്കും. ദേവപിതാവേ, ദിവ്യകുമാര, ദേവശുദ്ധാത്മേകദേശ, സർവകാലവും പുകഴ്ച ഭവാനും ഭവിക്കണം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനക്രമത്തിൽ 4-ാം പുറത്ത് കാണുന്ന തുതിലിത്താനികൾ 2-ാം ഭാഗം നമുക്ക് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. ആരാധനക്രമം 4-ാം പുറം, തുതിലിത്താനികൾ 2-ാം ഭാഗം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ബഹുമാനവും തേജസ്സും തിരുമുമ്പിലും ബലവും ശോഭയും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ അങ്ങനെയുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല.
ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. കർത്താവെ, എന്റെ ആദരങ്ങൾ തുറക്കണമേ. എന്നാൽ എന്റെ വായ് അങ്ങയുടെ സ്തുതി വർണ്ണിക്കും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം മൗനമായി നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ച് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥന തുടരാം. ആരാധനക്രമത്തിൽ 11-ാം പുറത്ത് കാണുന്ന സങ്കീർത്തനം 51 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 11-ാം പുറം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു. അങ്ങേക്ക് അനിഷ്ടമാണ് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടത് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഒരുവായി. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിൽ സത്യമല്ലോ അങ്ങ് ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ഞാൻ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിനെ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോട്ട് ചാസ്തികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുത്. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസമ്യത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടെ നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നമുക്ക് നൽകി വരുന്ന ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആരാധനക്രമത്തിൽ 17-ാം പുറത്ത് കാണുന്ന സ്തോത്ര പ്രാർത്ഥന നമുക്ക് പ്രതിവാക്യമായിട്ട് സ്തുതിക്കാം. ആരാധനക്രമം 17-ാം പുറം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദൈവമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ പ്രപഞ്ചം, പകൽ, രാത്രി, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും
സ്നേഹിതന്മാർക്കായും സാമൂഹിക ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സാമൂഹ്യ നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശരുടെ ഉദ്ധാരണത്തിനു വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ടിയും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്ക് വേണ്ടിയും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതീക്ഷിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവെ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുൻപാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയത്ത് പാഠപുസ്തകത്തിലെ 410 ഗീതം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ശ്രീയേശു നാമം അതിശയനാമം, ഏഴ് എനിക്ക് ഇൻപനാമം. 410 ഗീതം.
18-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യ പ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 18, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരമാകുന്നു. സ്തുത്യനായ യഹോവേ, ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, ആഘാത പ്രവാഹങ്ങൾ എന്നെ ഭ്രമിച്ചിരിക്കും. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ ചെവിയിലെത്തി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിൽ എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. നാം നിൽക്കുമ്പോൾ തന്നെ ആരാധനക്രമത്തിൽ 20-ാം പുറത്ത് കാണുന്ന 10 കൽപ്പനകൾ നമുക്ക് ചേർന്ന് ചെല്ലാം. ആരാധനക്രമം 20-ാം പുറം. നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ ജനങ്ങൾക്ക് കൽപ്പനകൾ കൊടുത്ത് പറഞ്ഞത് എന്തെന്നാൽ, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, എന്റെ മുൻപാകെ അന്യദൈവങ്ങൾ നിനക്കുണ്ടായിരിക്കരുത്. നിനക്കായി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നീ അതിനെ കുമ്പിടുകയെങ്കിലും അതിനെ സേവിക്കുകയെങ്കിലും അരുത്. നീ നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥായി എടുക്കരുത്. 6 ദിവസം അധ്വാനിച്ച് നിലനിൽക്കുകയും ചെയ്യുക. എന്നാൽ ശബ്ദനാൾ ശുദ്ധീകരിപ്പാൻ ഓർക്ക. നിന്റെ പിതാവിനെയും നിന്റെ മാതാവിനെയും ബഹുമാനിക്കുക. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, മോഹിക്കരുത്. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിപ്പാൻ സഹായിക്കണമേ. ആമേൻ. കർത്താവായ യേശു തന്റെ ഉപദേശത്തിൽ അരുളി ചെയ്തത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്നത് മുഖ്യ കൽപ്പനയാകുന്നു. രണ്ടാമത്തേത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് അത്രേ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിപ്പാൻ സഹായിക്കണമേ. ആമേൻ. ഈ സമയത്ത് ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നതാണ്. വായിക്കുവാനിൽ നൽകപ്പെട്ടിരിക്കുന്ന പഴയ നിയമ വേദഭാഗം യോശുവ 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യോശുവ 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എന്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശം ഒക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക. ഞാൻ അവർക്ക് കൊടുക്കുമെന്നു അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിനു അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്ക. ചെല്ലുന്നിടത്തൊക്കെയും നീ സുഖമായിരിക്കേണ്ടതിന് അത് വിട്ടു ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിന്റെ വായിൽ നിന്നു നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക.
ഭയപ്പെടരുതേ, ഭ്രമിക്കുകയും അരുതേ എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക. ഭയപ്പെടരുതേ, ഭ്രമിക്കുകയും അരുതേ എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വേദഭാഗം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7 മുതൽ 10 വരെ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ പാഠഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ 12 വരെ അടുക്കെ വിളിച്ചു അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത്, ചെരുപ്പ് ഇട്ടുകൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർപ്പിൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടെ വിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളവിൻ എന്നും അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. ഇവിടെ പാഠഭാഗം അവസാനിക്കുന്നു. തിരുവചന വേദഭാഗങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുചൊല്ലാം. ആരാധനക്രമം 22-ാം പുറത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ നമുക്കത് ഏറ്റുചൊല്ലാം. ആരാധനക്രമം 22-ാം പുറം അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയത്തിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടെ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ അതിശയമായിട്ട് കാത്തു പരിപാലിച്ചു. രോഗവും ഭാരവും വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കുവാനുള്ള ധൈര്യവും ദൈവകൃപയും ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. വീണ്ടും ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആലയത്തിൽ സുഖമില്ലാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ ഓർക്കാം. ലോകം മുഴുവനും വേദന അനുഭവിക്കുന്ന മഹാമാരി ലോകത്തിൽ നിന്ന് നീക്കുമായി നീങ്ങിപ്പോകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് പ്രിയപ്പെട്ട എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ,
ഈ അനുഗ്രഹീതമായ ദിവസത്തിനാണ് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തുതിക്കുന്നു. അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനോ ആരാധിക്കുവാനോ സ്വാതന്ത്ര്യം ലഭ്യമല്ലാതിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് ഈ സമയം വേർതിരിക്കുവാനും ഈ ആരാധനയിൽ പങ്കുചേരുവാനും തന്നിരിക്കുന്ന അവസരത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവ്, ഈ ആരാധന ഞങ്ങൾ പങ്കെടുക്കുന്ന മുഖാന്തരം കർത്താവ് ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാൻ, ഞങ്ങൾ ശക്തി പ്രാപിക്കുവാനും ഞങ്ങളുടെ ഭാരങ്ങളെയും വേദനകളെയും അതിജീവിക്കുവാൻ ഞങ്ങൾ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതുവരെ നടത്തിയതിനായ ദൈവമേ, ഞാൻ നിങ്ങളെ തള്ളിക്കളയുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്ന് അവിടെ നല്ല ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ, ആ വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളെ മാറോട് ചേർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന വലിയ കൃപകൾക്കാണ് സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയില് ഇതുവരെയും അവിടെ നടത്തിയല്ലോ. കഴിഞ്ഞ 20 വർഷക്കാലം ദൈവത്തിന്റെ ദൈവമായ ശക്തിയാണ് ഞങ്ങളെ പരിപാലിച്ചു. ഇത്രത്തോളം കർത്താവ് ഞങ്ങളുടെ ആലയത്തെ അവിടുന്ന് വളർത്തി. ഇത്രത്തോളം കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് അങ്ങ് ആരാധിക്കുവാനുള്ള അവസരമൊക്കെ അവിടെ നൽകിയതിനാൽ സ്തോത്രം. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് അങ്ങയുടെ ആലയത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള അവസരം ഞങ്ങൾ ലഭ്യമല്ലാതിരിക്കുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം അങ്ങയുടെ ആലയത്തിൽ ഒരുമിച്ച് കൂടുവാനും പ്രായഭേദമില്ലാതെ ഒരുമിച്ചിരുന്ന് അങ്ങ് ആരാധിക്കുവാനുള്ള സാഹചര്യങ്ങൾ അവിടുന്ന് ഒരുക്കി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭാവിശ്വാസികളായിട്ട് കർത്താവ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ അപേക്ഷ അങ്ങോട്ട് കഴിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് മനസ്സലിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ കർത്താവ് അവിടുന്ന് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവെ, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്തതിനാ ദൈവമാകും ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ അവിടുന്ന് ഒരുമിച്ച് ചേർക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല ബാലാക്ഷിൽ നിന്ന് വിടുവിക്കപ്പെടണമേ. അവിടെ പഠന മേഖലകൾ അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണമേ. തളർന്നു പോകാതെ ദൈവം അവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരായ മക്കൾ വിവിധങ്ങളായ ആവശ്യങ്ങളോടുകൂടി അവർ ആയിരിക്കുമ്പോൾ അവരെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ദൈവികമായ വഴികളിലൂടെ നടക്കുവാൻ അവരെ സഹായിക്കണമേ. നല്ല ഉപജീവന മാർഗങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് നൽകണമേ. നല്ല കുടുംബ ബന്ധത്തിലോട്ട് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നവർക്ക് അതിന് മുഖാന്തരം അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ ഏതെല്ലാം കാര്യങ്ങളിലൂടെ മുന്നേറുവാൻ തക്കണം ആഗ്രഹിക്കുന്നുവോ പ്രകാരമുള്ള സാഹചര്യങ്ങൾ അവിടുത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബസ്ഥരായി ജീവിക്കുന്ന മധ്യവയസ്കർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ അവിടെ നൽകണമേ. അവിടെ ഉപജീവന മാർഗങ്ങൾ അവിടുന്ന് ബലപ്പെടുത്തണമേ. വിദേശത്തും സ്വദേശത്തും വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ ഭദ്രമായിരിക്കാൻ ഓരോരുത്തരുടെയും ഉപജീവന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യരായി തീരുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വയോധികരായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്ഷീണാവസ്ഥയിലാകുന്നു. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തണമേ. ഒരു രോഗം അവരെ ബാധിക്കാതെ വേണം ദൈവത്തിന്റെ ദൂതന്മാരുടെ കരങ്ങൾ അവരെ വഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവ്, ഞങ്ങൾ സഭയിൽ നിന്ന് ആരാധിക്കുമ്പോൾ കർത്താവ് ഒന്നാണെന്നുള്ള ചിന്തയോടുകൂടി അവൾ ഞങ്ങളെ ബന്ധിപ്പിക്കുന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങൾ എല്ലാവരുടെയും പ്രശ്നങ്ങളെ പരസ്പരം പങ്കുവയ്ക്കുവാനും കർത്താവിനോട് ആരാധിക്കുവാൻ ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിലെ എല്ലാ സംഘടനകളെയും എല്ലാ സംഘടനാ സെക്രട്ടറിമാരെയും അക്കൗണ്ടന്മാരെയും വിവിധ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് സംഘടനകൾ പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ ദൈവികമായ കൃപ ഞങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിലെ സഭാ സെക്രട്ടറി, സഭാ അക്കൗണ്ടന്റ്, സഭാ കമ്മിറ്റി, കർത്താവെ, മഹായിടവ് കൗൺസിൽ അംഗം, കർത്താവ്, ഞങ്ങളുടെ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ഡിസ്ട്രിക്ട് സെക്രട്ടറി, മറ്റ് വിവിധ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ദൈവം നൽകിയാണെന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആലയത്തിലെ പ്രിയപ്പെട്ടവർക്ക് വിവിധങ്ങളായ ആവശ്യങ്ങളുണ്ട്. കർത്താവെ, ഒരുപക്ഷെ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ വേദനപ്പെടുന്നവരുണ്ടല്ലോ. കർത്താവെ, നല്ല ഭവനങ്ങളില്ലാതെ വേദനപ്പെടുന്നവരുണ്ട്. കർത്താവെ, രോഗമുഖാന്തരം കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ, ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുവാൻ തക്കോണം ഒരുങ്ങുന്ന റോയി എന്ന പ്രിയപ്പെട്ട മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനായ ദൈവമേ, അവിടത്തേക്ക് അസാധ്യമായതൊന്നുമില്ല എന്ന് പ്രിയപ്പെട്ട മകനിലൂടെ വെളിപ്പെടുവാൻ തക്കോണം ദൈവം അവിടുന്ന് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവ്, സുഖമില്ലാതെ ഭവനങ്ങളിലോ ആശുപത്രികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം എല്ലാവരെയും അവിടുന്ന് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവികമായ ശക്തി അവിടുന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉപജീവന മാർഗം ശരിയായില്ലാതെ വേദന അനുഭവിക്കുന്നവരുണ്ട്. വിവിധങ്ങളായ മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവ്, പുറത്ത് പറയുവാൻ തുടങ്ങാൻ കഴിയാതെ അനേകം വിഷമതകൾ ഈ സമയത്ത് ആയിരിക്കുന്നവരുണ്ട്. കർത്താവെ, മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടുമെന്ന് ഭയപ്പെടുന്നവരുണ്ട്. കർത്താവെ, എല്ലാവരെയും ധൈര്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുവാൻ തക്കണം ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള
ധൈര്യവും കൃപയും അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് കർത്താവ് എന്റെ ഹിതമില്ല അങ്ങയുടെ ഹിതം തന്നെ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്ക് കർത്താവ് പൂർണ്ണമായി ഞങ്ങളെ വിനയപ്പെടുത്തുവാനും അപ്രകാരമുള്ള പ്രാർത്ഥന അങ്ങയുടെ മുമ്പാകെ കഴിക്കുവാനും കർത്താവിന് മുമ്പാകെ വിനയപ്പെടുവാൻ ഞങ്ങൾ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡിസ്ട്രിക്റ്റിലെ എല്ലാ സഭകളെയും സഭാധ്യക്ഷന്മാരെയും മറ്റു പ്രിയപ്പെട്ട എല്ലാവരെയും എടുത്തോർത്ത് പ്രാർത്ഥിക്കുന്നവരെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിയന്യ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയ്ക്കാട്ട് മക്കൾക്കാട്ട് സ്തോത്രം. കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണവരെ ശുശ്രൂഷയെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മഹായിടവ ഔദ്യോഗിക ഭാരവാഹികള് വിവിധ ബോർഡുകൾക്ക് നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവര് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ന്യായം വെള്ളം പോലെയും നീതി പറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ എന്ന് ആമോസ് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ കർത്താവ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുന്ന ആവശ്യമായ ദൈവകൃപ പ്രിയപ്പെട്ടവർക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹായിടവകയിലെ കർത്താവെ എല്ലാ പട്ടക്കാരെയും എല്ലാ ശുശ്രൂഷകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വേദനയിലും വിഷമതയിലും ദാരിദ്ര്യത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും അവിടെ താങ്ങുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നമ്മുടെ മഹായിടവകയിലെ എല്ലാ സഭാവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ധൈര്യപ്പെടുവാൻ ദൈവം അവർക്ക് ദൈവികമായ മുഖാന്തരങ്ങൾ അവിടെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിവിധ സഭാവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിന്റെ വരവാസനമായി ഇത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മിഷന് വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളുണ്ട്. കർത്താവെ തങ്ങളുടെ കുടുംബങ്ങളെ വിട്ടേച്ച് ദൂരദേശത്ത് അങ്ങനെ വയൽ പ്രദേശത്ത് വേലയിലായിരിക്കുമ്പോൾ അവിടെ അധ്വാനത്തിന് ഫലം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഹാരത്തിന് നിവൃത്തിയില്ലാതെ വേദനപ്പെടുന്ന മിഷന് പ്രവർത്തകരുണ്ട്. കർത്താവെ ജീവിക്കുവാൻ തങ്ങളുടെ സാഹചര്യമില്ലാതെ വേദനയോടുകൂടി അങ്ങനെ സൂക്ഷിക്കവരെ ചെയ്യുന്നവരുണ്ട്. എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. അവിടുന്ന് കൈവിടാതെ ഉപേക്ഷിക്കാതെ ചേർത്ത് കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ ദേശത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല ബാലാക്ഷങ്ങൾ പിടിപ്പിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായിട്ട് വളരുവാൻ സഹായിക്കണമേ. യുവാക്കൾക്കാട് വിദ്യാർത്ഥികൾക്കാട് സ്തോത്രം. കർത്താവ് മാനസിക സംഘർഷം കർത്താവെ ഇന്ന് ചെറുപ്പക്കാർ അനുഭവിക്കുന്നു. അനേകം പേര് ഈ ലോകത്തോട് യാത്ര പറയുന്നു. കർത്താവെ ദൈവമേ അതിൽ നോക്കി അവരെ പിടിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിധവമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനാഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരണത്തോട് മല്ലടിക്കുന്ന പ്രിയപ്പെട്ട വലിയ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ അതിൽ നോക്കിയും വിടുതലും ആശ്വാസം അവർക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനേകം പേരെ പീഡിപ്പിക്കപ്പെടുന്നു. കർത്താവെ അനേകം പേര് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നു. പ്രകൃതിക്ഷോഭങ്ങൾക്ക് ഇരയായിട്ട് അനേകം പേര് വേദന അനുഭവിക്കുന്നു. കർത്താവെ അനേകം പേര് യാത്രയിലായിരിക്കുന്നു, വിദൂരങ്ങളിലായിരിക്കുന്നു, വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൊറോണ എന്നുള്ള വൈറസ് കർത്താവെ അനേകം പേര് ബാധിച്ചിരിക്കുന്നു. കർത്താവെ വിവിധ രാജ്യങ്ങളില് പ്രയാസം അനുഭവിച്ച അനേകം പേര് മരണപ്പെട്ടു. കർത്താവെ അവരെ ആശ്വസിപ്പിക്കണമേ. ഈ ലോകത്തിനപ്പുറമുള്ള ജീവിതം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രത്യാശ അവർക്ക് നൽകുന്ന വലിയ കൃപകൾക്കാട് സ്തോത്രം. കർത്താവെ ഇന്ന് ഞങ്ങളുടെ അടുക്കലും ഈ മാരകമായ രോഗം എത്തിയിരിക്കുമ്പോൾ, ഈ വൈറസ് എത്തിയിരിക്കുമ്പോൾ അതിനെ നിർവീര്യമാക്കുവാൻ കഴിവുള്ളവനായ ദൈവത്തിന്റെ അത്ഭുതമായ ശക്തി അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ പരസ്പരം വിദ്വേഷിക്കുവാനുള്ള സമയമല്ല. കർത്താവെ പരസ്പരം വിരോധിക്കുവാനുള്ള സമയമല്ല. ഒന്നിച്ചിരുന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും ഈ മഹാമാരി ഞങ്ങൾ ഒഴിഞ്ഞു പോകുവാനും ദൈവത്തിന്റെ കൃപ അവിടുന്ന് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് കർത്താവ് ഇതിനെ അതിജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ദൈവകൃപ നൽകണമേ. മാനസികമായ ഒരുക്കത്തെ അവിടെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ തള്ളിക്കളയുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുമില്ല നളിച്ചിതനായ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന വലിയ കൃപകൾക്കാട് സ്തോത്രം ചെയ്ത് കർത്താവെ സ്തുതിക്കുന്നു. ആശുപത്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാർ, നഴ്സുമാര്, കർത്താവ് വിവിധ ആശുപത്രി ജീവനക്കാര് കർത്താവ് അഹോരാത്രം പണിപ്പെടുമ്പോൾ അവിടെ വേറെ മാനത്തക്കതാൾ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിദ്യാലയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധ്യാപകര് കർത്താവെ വിവിധ ജനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവമേ അവർക്ക് നല്ല ആലോചനകൾ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആതുരാലയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൊഴിൽശാലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യവസായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് കർത്താവ് വിവിധ സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവെ അതൊക്കെയും തുറന്ന് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ അവിടുന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമൂഹ്യ ക്ഷേമ പരിപാടികള്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള്, അതിന് മേൽനോട്ടം വഹിക്കുന്ന പ്രിയപ്പെട്ടവര് കർത്താവ് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജനങ്ങൾക്ക് ആവശ്യമായ നന്മ ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് അതിനാവശ്യമായ ആരോഗ്യം ബലവും ദൈവികമായ ജ്ഞാനം അവിടെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സംസ്ഥാന ഭരണ സംവിധാനത്തിനായിട്ട് മന്ത്രിമാർക്കായിട്ട് ഗവർണർമാർക്കായിട്ട് സ്തോത്രം. സംസ്ഥാനത്തെ ശരിയായ രീതിയിൽ നടത്തുവാൻ ആവശ്യമായ ദൈവികമായ ജ്ഞാനം പ്രിയപ്പെട്ടവർക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രാജ്യ ഭരണ സംവിധാനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, പ്രധാനമന്ത്രിക്കായിട്ട്, പ്രസിഡന്റിനായിട്ട്, മറ്റെല്ലാ മന്ത്രിമാർക്കായിട്ട് സ്തോത്രം. കർത്താവിന്റെ കൃപയാൽ അവരെ നിറയ്ക്കുമാറാകണമേ. എല്ലാവർക്കും കർത്താവ് ഒരുപോലെ ഭരണം നിർവഹിക്കുന്നതിന് ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ കൃപ അവർക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ്, എപ്പോഴും യുദ്ധഭീതിയിൽ നിന്ന് അകന്ന് പോയിട്ടില്ലല്ലോ കർത്താവെ. കർത്താവെ, സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം ഞങ്ങളുടെ രാജ്യത്തിനോട് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാതി മത വ്യത്യാസം കൂടാതെ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ശക്തി പ്രാപിക്കുവാനും എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം സ്നേഹിക്കുവാൻ തക്കമുള്ള കഴിവുള്ളവർക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിയമ നിർമ്മാണ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുവാൻ തക്കവണ്ണം അത് ഓരോരുത്തരും പ്രയോജനമായിട്ട് കർത്താവ് വിനിയോഗിക്കുവാൻ തക്കണം എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന കർത്താവെ പ്രത്യേക സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആഗോള സമിതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാവരെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, അവിടുത്തെ കൃപയാൽ എല്ലാവരെയും അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ഞങ്ങളുടെ ആരാധനയിലോട്ട് ഞങ്ങൾ മടങ്ങി വരുന്നു. ഞങ്ങളുടെ ആരാധനയുടെ ആദ്യം മുതൽ ദുരിയും അവിടുന്ന് കൂടെ ഉണ്ടാകാൻ ഞങ്ങൾ നടത്തി. കർത്താവ്, തുടർന്ന് ഞങ്ങൾ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളതായിരിക്കുവാൻ, കർത്താവെ കാലഘട്ടത്തിന് അനുയോജ്യമായി തീരുവാൻ കർത്താവ് അവിടുന്ന് അടിയിലൂടെ അവിടെ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രിയപ്പെട്ടവര് തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തക്കണം ഒരുങ്ങിയിരിക്കുമ്പോൾ കർത്താവ് തങ്ങൾക്കുള്ള അംശത്തിന്റെ ഒരംശം പ്രത്യേകമായ കാര്യാദികൾക്ക് വേണ്ടി ദൈവത്താലയത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുമ്പോൾ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാവരെയും ബലപ്പെടുത്തണമേ, എല്ലാവരെയും ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ട് അങ്ങനെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കുന്ന പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്തുതിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇത് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. വചന ശുശ്രൂഷയ്ക്കുമ്പായിട്ട് പാഠപുസ്തകത്തിലെ 470 ഗീതം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. 470 ഗീതം. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തം രക്തം നമുക്കേകിയവൻ. പരമപിതാവിൻ സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകളതിന്മേൽ വിരിച്ചുകൊണ്ട് നിലംപരിശായി നാം നശിച്ചു.
പിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി. കുമ്പിടം അവൻ മുൻപിൽ ആദരവാം. ഹല്ലേലൂയ പാടാം മോദമോടെ. അവനല്ലോ നമ്മുടെ രക്ഷയിൻ പറ. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നാം പാഠമായി വായിച്ചു കേട്ട 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7-ഉം 8-ഉം വാക്യം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ ദിവസത്തിനാൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. അല്പസമയം ഞങ്ങളുടെ ദൈവമുള്ള വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ തക്കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ദൈവാത്മാവ് ശക്തമായി ഞങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അത് വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെയും വളരെ പ്രതികൂലമായി നമുക്ക് മാറുകയാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ളതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കുമെന്ന് യാക്കോബ് 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, അതിന് ഉത്തരം ലഭിക്കുമെന്നുള്ളത് ദൈവവചനം നമ്മെ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ വിശ്വാസികളെ പലപ്പോഴും അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. വിശ്വാസത്തോടും മുട്ടിപ്പായിട്ട് നടത്തുന്ന പല പ്രാർത്ഥനകൾക്കും നാം ആഗ്രഹിക്കുന്ന മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രാർത്ഥന ഫലിക്കാതെ പോകുന്നതിൻ്റെ കാരണം തങ്ങളുടെ വിശ്വാസമില്ലായ്മയാണ് എന്ന് പലപ്പോഴും അനേകരും ഭയപ്പെടുകയാണ്. ഈ മനോഭാവം നാം പരിശോധിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ഇപ്രകാരമുള്ള ഒരു അനുഭവം വിശുദ്ധ പൗലോസിനും ഉണ്ടായി. അതേപ്പറ്റി അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അത് എന്നെ വിട്ടു മാറേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഒരു കാര്യം ഇവിടെ വളരെ സ്പഷ്ടമാണ്. വിശുദ്ധ പൗലോസ് ആവർത്തിച്ച് നടത്തിയതായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് അവൻ പ്രതീക്ഷിച്ചതായിട്ടുള്ള മറുപടി ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. ആദ്യമായി വിശുദ്ധ പൗലോസിന് ജഡത്തിലെ ശൂലം എന്തായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. കത്തോലിക്ക പുസ്തകത്തിലെ പരിഭാഷയിൽ കാണുന്നത് ശരീരത്തിൽ ഒരു മുള്ള് എന്നുള്ളതാണ്. കഠിനമായ വേദനയും അസൗകര്യവും ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രയാസമാണ്, ഒരു രോഗമാണ് അപ്പോസ്തലനെ ബാധിച്ചിരുന്നത് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
ഈ രോഗം എന്തായിരുന്നു എന്നുള്ളത് വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. ശത്രുക്കൾ തനിക്കുളവാക്കിയതായുള്ള പ്രതിബന്ധങ്ങളും സുശേഷ ഘോഷണത്തിനെതിരെ അവർ സ്വീകരിച്ചതായുള്ള ദ്രോഹ നടപടികളുമാണ് പൗലോസ് ഉദ്ദേശിക്കുന്നതെന്ന് നവീകരണ നേതാവായ ലൂതർ അഭിപ്രായപ്പെടുകയാണ്. സംശയഗ്രസ്തനാവുകയും അപ്പോസ്തലിക ചുമതല വഹിക്കുന്നുള്ള വ്യഗ്രത തണുക്കുകയും അതുമൂലമുണ്ടായ മനസാക്ഷിയുടെ കുത്തുമാണ് പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത് എന്ന് കാൽവിൻ അഭിപ്രായപ്പെടുകയാണ്. റോമൻ കത്തോലിക്ക സഭയുടെ വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ജഡീക പ്രലോഭനങ്ങളാണ് ശൂലം എന്ന് അവർ പഠിപ്പിക്കുകയാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലന് കാര്യമായ ഒരു പ്രയാസം ഉണ്ടായിരുന്നുവെന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ പല ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൗലോസിനെ ശല്യപ്പെടുത്തിയത് അപസ്മാരമായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. പ്രാചീന കാലത്ത് അപസ്മാരം ബാധിച്ചവരെ കാണുമ്പോൾ അവർക്ക് നേരെ തുപ്പുന്ന ഒരാചാരമുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എൻ്റെ ശരീര സംബന്ധമായ നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് പ്രകാരമുള്ള ഒരു രോഗം അപസ്മാരം പൗലോസ് ഉണ്ടായിരുന്നുവെന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ജൂലിയസ് സീസർ, നെപ്പോളിയൻ ആദിയായ പല മഹാന്മാർക്കും ഇപ്രകാരമുള്ള അപസ്മാര രോഗം ഉണ്ടായിരുന്നവരായിരുന്നു. പൗലോസിനെ ശല്യപ്പെടുത്തിയത് മലേറിയ രോഗമായിരുന്നു എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. മലമ്പനി അതികഠിനമായ തലവേദന ഉളവാക്കും. നെറ്റിക്കുള്ളിൽ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് കമ്പി കൊണ്ട് കുത്തുന്ന പോലുള്ള അനുഭവം ഉണ്ടാകും. ജഡത്തിലെ ശൂലം എന്നുള്ള പ്രയോഗം ഇത് ആണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. കൂടാതെ മിഷണറി യാത്രയിൽ മലേറിയ ബാധിച്ച പല സ്ഥലങ്ങളും പൗലോസ് അപ്പോസ്തലൻ സഞ്ചരിച്ചു. പ്രത്യേകിച്ച് കടലോരത്തുള്ള പംഫുല്യയിലും പെർഗയും ഇപ്രകാരമുള്ള സ്ഥലങ്ങളായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീവ്രമായ പനിയും ദുസ്സഹമായ തലവേദനയും മലേറിയ ഉളവാക്കും. ഇടവിട്ട് ആവർത്തിക്കുന്നതുമാണ് ഈ രോഗം. അതുകൊണ്ട് മലേറിയ എന്ന് ചിന്തിക്കുന്നവർ ചിലരുണ്ട്. കണ്ണിന്റെ കാഴ്ചക്കുറവാണ് എന്ന് ചിന്തിക്കുന്ന വേറെ ചിലര് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദമസ്കോസിനുള്ള യാത്രാ വഴിയിലാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദർശനം പൗലോസ് അപ്പോസ്തലന് ലഭ്യമാകുന്നത്. തന്റെ കണ്ണ് കാണുവാൻ തക്കോണം കഴിയാത്ത ഒരു അനുഭവം ഉണ്ടായി. അവൻ അന്ധനായിപ്പോയി. അതിനുശേഷം ഒരിക്കലും പൗലോസ് അപ്പോസ്തലന് ഈ കാഴ്ച പൂർണ്ണമായി തിരിച്ചു ലഭിച്ചിട്ടില്ല എന്ന് ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുകയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ചില വാക്യങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്ന് ഗലാത്യർക്ക് പൗലോസ് എഴുതുന്നത് ചിലർ ചൂണ്ടിക്കാണിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ലേഖനത്തിൽ പ്രകാരം പറയുന്നു, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് എഴുതിയിരിക്കുന്നു. അഭ്യസ്ത വിദ്യനായ പൗലോസ് അപ്പോസ്തലൻ വലിയ അക്ഷരത്തിൽ എഴുതുന്നത് കാഴ്ച കുറവ് കൊണ്ടാണ് എന്നാണ് ചിലർ അനുമാനിക്കുന്നത്. പൗലോസിനെ സംബന്ധിക്കുന്ന വിഷാദ രോഗം അല്ലെങ്കിൽ അവനെ വിഷമിപ്പിച്ചതായുള്ള രോഗം എന്ത് എന്നുള്ളത് നമുക്ക് തിട്ടമില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, വളരെ വേദനയും വിഷമവും ഉളവാക്കുന്ന അവന്റെ ജീവിതചര്യയിൽ തടസ്സപ്പെടുത്തുന്ന ഒരു രോഗം അവനെ കൂടെ ശല്യപ്പെടുത്തിയിരുന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ്. അത് നീങ്ങിക്കിട്ടുവാൻ തക്കവണ്ണം പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. 3 വട്ടം എന്ന് പറയുന്നത് പല ആവർത്തി എന്ന് നമുക്ക് അനുമാനിക്കാം. വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചിട്ടും പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിച്ച മറുപടി അവിടെ ലഭിച്ചില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഒരു മറുപടി ലഭിച്ചു. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവ വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും
ഉദ്ദിഷ്ട മറുപടി ലഭിക്കാത്തത് എന്ത് എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. അവരുടെ വിശ്വാസക്കുറവോ പ്രാർത്ഥനയിൽ സ്ഥിരതയില്ലായ്മയോ അതിന് കാരണമാണെന്ന് ചിലർ പറയാറുണ്ട്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കുറവുകൾ ആരോപിക്കുക സാധ്യമല്ല. ക്രിസ്തീയ വിശ്വാസി ഈ പ്രശ്നത്തെ പറ്റി അവഗാഢമായി ചിന്തിക്കണം. കാരണം അനേകം വിശ്വാസികളെയും അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് മറുപടി ലഭിക്കാത്ത പ്രാർത്ഥന. ഒന്നാമതായിട്ട്, സ്വാർത്ഥപരമായി പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വാർത്ഥപരമായി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല എന്ന് തിരുവചനം അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഇത് യാക്കോബ് 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് വ്യക്തമാക്കുന്നതിന് സഹായകരമായ ഒരു ഉദാഹരണം യഹൂദ റബിമാര് ഉപയോഗിച്ചിരുന്നു. ഒരമ്മയ്ക്ക് 2 മക്കൾ, മൂത്തവൻ കുശവൻ, ഇളയവൻ കർഷകൻ. മൂത്ത മകൻ കളിമണ്ണ് കൊണ്ട് അനേകം പാത്രങ്ങൾ ഉണ്ടാക്കി പുറത്ത് വെച്ചിട്ട് അമ്മയെ സമീപിച്ചു. അമ്മേ, നല്ല വെയിലുണ്ടാകുവാനായിട്ട് അമ്മ പ്രാർത്ഥിക്കണമേ. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മൺപാത്രങ്ങൾ അതിവേഗം ഉണങ്ങുകയുള്ളൂ. നാളെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് നമുക്ക് ആഹാര സാധനങ്ങൾ വാങ്ങുവാൻ കൊണ്ടും കഴിയുകയുള്ളൂ. അതുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കണമേ എന്നാണ് മൂത്ത മകന്റെ പ്രാർത്ഥന, അപേക്ഷ. അമ്മ പ്രാർത്ഥിച്ചു. നല്ല വെയിലുണ്ടായി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഇളയ മകൻ അമ്പരപ്പോട് ഓടിയെത്തി. അമ്മേ, എൻ്റെ കൃഷിയിടങ്ങളെല്ലാം ഉണങ്ങി വരണ്ടിരിക്കുകയാണ്. നല്ല മഴ ഉടൻ പെയ്യുവാൻ തക്കണമ പ്രാർത്ഥിക്കണമേ എന്നാണ് അവന്റെ അപേക്ഷ. അമ്മ എന്തു ചെയ്യും? ഇതിൽ ആരെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത് എന്നായിരുന്നു റബിമാരുടെ ചോദ്യം. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ചോദിക്കും പോലെ മറുപടി നൽകുവാൻ ദൈവത്തിനുള്ള പ്രശ്നവും ഇത് തന്നെയെന്ന് റബിമാർ പഠിപ്പിച്ചു. പലപ്പോഴും 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ഇരു രാജ്യങ്ങളും പ്രാർത്ഥിക്കുന്നത് തങ്ങൾക്ക് ജയം ലഭിക്കണമെന്ന് തന്നെയാണ്. യുദ്ധത്തിൽ ഒരു കൂട്ടർ ജയിക്കും, ഒരു കൂട്ടർ തോൽക്കും. ഒരു കൂട്ടർ ജയിക്കാതെ മറ്റൊരു കൂട്ടർ തോൽപ്പിക്കാൻ തക്കൊണ്ട് കഴിയുകയില്ല. 2 കൂട്ടർക്കും ജയിക്കുവാൻ തക്കൊണ്ട് സാധിക്കുകയുമില്ല. സ്വാർത്ഥപരമായ ഇപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് മറുപടി ഉണ്ടാവുക? അത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സ്വാർത്ഥപരമായ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കയില്ല എന്നുള്ളത് തന്നെ നാം മനസ്സിലാക്കണം. രണ്ടാമതായിട്ട്, ദൈവഭരണം ഉച്ചാടനം ചെയ്യുന്നവയാണ് ചില പ്രാർത്ഥനകൾ. ശമര്യയുടെ ഒരു ഗ്രാമത്തിൽ കർത്താവായ യേശുക്രിസ്തു ചെന്നപ്പോൾ അവർ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള മനോഭാവം കാണിച്ചില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും ഇതില് വളരെയധികം അമർഷം കൊണ്ടു കർത്താവിനോട് പറയുകയാണ്, കർത്താവെ, ഏലിയാവ് ചെയ്തതുപോലെ അങ്ങ് ആകാശത്ത് നിന്ന് തീയിറക്കി ഇവരെ നശിപ്പിക്കണമേ എന്നാണ് ആ ശിഷ്യന്മാര് കർത്താവിനോട് ആവശ്യപ്പെടുന്നത്. അതിന് നിനക്ക് സമ്മതമോ എന്നാണ് ചോദിക്കുന്നത്. കർത്താവായ യേശു ചെയ്തത് തിരിഞ്ഞവരെ ശാസിച്ചു. പലപ്പോഴും നമ്മൾ പലരുടെയും പ്രാർത്ഥന ഇപ്രകാരമാണ്. യാക്കോബിന്റെയും യോഹന്നാന്റെയും മാതൃകയിലാണ് നമ്മുടെ പ്രാർത്ഥന. ഇപ്രകാരമുള്ള പ്രാർത്ഥനയെ പറ്റി കർത്താവ് പറയുന്നത് എന്തെന്ന് നോക്കുക. നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത്. പ്രാണനെ എടുക്കുവാനല്ല, പ്രാണനെ വീണ്ടെടുക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു വന്നത് എന്ന് വളരെ വ്യക്തമായുള്ള ഉത്തരമാണ് യാക്കോബിനും യോഹന്നാനും അവിടെ നൽകുന്നത്. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും എന്ന് കർത്താവ് പറയുകയാണ്. ക്രിസ്തുവിന്റെ അഥവാ ക്രിസ്തുവിന്റെ നാമത്തിൽ നാം അപേക്ഷിക്കുന്നതൊക്കെയും നമുക്ക് ചെയ്തു തരും എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ മനോഭാവത്തിന് യോജിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനമോ പ്രാർത്ഥനയോ ദൈവം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിന് നാം സങ്കടപ്പെടരുത്, നാം സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം നാം അപേക്ഷിക്കുന്നത് ദൈവഹിതത്തിന് അല്ലെങ്കിൽ ദൈവ നിയമപ്രകാരം
ന്യായമല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഉത്തരം ലഭിക്കാത്തത് എന്ന് നാം മനസ്സിലാക്കണം. അന്യർക്ക് മാത്രമല്ല നമുക്കും ദോഷം വരുന്നതാണ് ചില പ്രാർത്ഥനകൾ. 106 സങ്കീർത്തനം 15 വാക്യത്തിൽ പറയുന്നു, അവർ അപേക്ഷിച്ചത് അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു. അവർ അപേക്ഷിച്ചത് അവർ കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു. എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി നൽകുന്നു. മറുപടി പല വിധത്തിലാണ്. ചിലരുടെ പ്രാർത്ഥനയ്ക്ക് പൂവ് എന്ന് മറുപടി ലഭിക്കുമ്പോൾ മറ്റുള്ള പ്രാർത്ഥനയ്ക്ക് ഇല്ല എന്നുള്ള മറുപടിയാണ്. ചില പ്രാർത്ഥനയ്ക്ക് കാത്തിരിക്കുക എന്നുള്ള മറുപടിയും ദൈവം നൽകും. കൃത്യമായ ചില പ്രമാണങ്ങൾ അനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അഖിലാണ്ടത്തിന്റെ പ്രവർത്തനത്തിൽ അലംഘനീയങ്ങളായ ചില പ്രകൃതി നിയമങ്ങളുണ്ട്. അവ ദൈവ നിർണയം അനുസരിച്ചുള്ളതാണ്. ദൈവം തന്റെ പ്രമാണങ്ങളെ ഒരിക്കലും ലംഘിക്കുകയില്ല. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. എന്നാൽ ദൈവത്തിന് അരുതാത്തത് പലതുണ്ട് എന്നുള്ളത് നാം ഓർക്കണം. രണ്ടും കൂട്ടിയാൽ 4 എന്നുള്ളത് പ്രകൃതി നിയമമാണ്. അത് ദൈവ ശാസനയാണ്. ആകയാൽ രണ്ടും കൂട്ടി 5 എന്ന് പറയുന്നത് അത് യോജിക്കുന്ന കാര്യമല്ല. ഇന്ന് ഇപ്രകാരമുള്ള അവസ്ഥകൾ മനസ്സിലാക്കാതെയാണ് നാം പലരും പ്രാർത്ഥിക്കുന്നത്. ഒരു കുട്ടി പരീക്ഷ എഴുതി. പരീക്ഷയ്ക്കുള്ള ഒരു ചോദ്യം ഇറ്റലിയുടെ തലസ്ഥാനം ഏതാണ് എന്നായിരുന്നു. കുട്ടി എഴുതിയത് ലണ്ടൻ എന്നുള്ളതാണ് കുട്ടി എഴുതിയതായുള്ള ഉത്തരം. വീട്ടിൽ വന്നപ്പോൾ ഇറ്റലിയുടെ തലസ്ഥാനം ലണ്ടൻ അല്ല, ഇറ്റലിയുടെ തലസ്ഥാനം റോം ആണെന്നും താൻ എഴുതിയതായിട്ടുള്ള ഉത്തരം തെറ്റിപ്പോയി എന്നും ആ കുട്ടിക്ക് മനസ്സിലായി. ഉടനെ ആ കുട്ടി മുറിയിൽ കയറി കതകടച്ചു പ്രാർത്ഥിക്കുവാൻ തക്കണം ആരംഭിച്ചു. ഇറ്റലിയുടെ തലസ്ഥാനം ലണ്ടൻ ആക്കണമേ എന്നാണ് ആ കുട്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയത്. ഇതുപോലെ ബാലിഷ്യവും ദൈവ സ്വഭാവത്തിന് നിരക്കാത്തതുമാണ് ഇന്ന് അനേകം പ്രാർത്ഥനകൾ. പഠനത്തിനും പ്രാർത്ഥനയ്ക്കും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തുല്യ പ്രാധാന്യം നൽകേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന നിരാകരിക്കുന്നു. ഇങ്ങനെ നിരാകരിക്കുന്ന പ്രാർത്ഥനകൾ ദൈവജനത്തിന് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുന്നു എന്നുള്ളത് പലപ്പോഴും നാം ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടത് ആവശ്യമാണ്. ഏലിയാവിന്റെ അനുഭവം നാം നോക്കുക. ഏലിയാവ് സ്വതവേ ധീരനായിരുന്നു. എന്നാൽ ഇസബൽ രാജ്ഞിയുടെ ഭീഷണിക്ക് മുമ്പിൽ അവൻ ഭയാകുലനായി ജീവരക്ഷാർത്ഥം മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്നുള്ളതാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം 5 വാക്യത്തിൽ പറയുന്നത്, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുവാൻ തക്കവണ്ണം ഏലിയാവ് ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ഒരു ഭീരുവായി ഇസബൽ രാജ്ഞിയെ ഒളിച്ചോടി മരുഭൂമിയിൽ കിടന്ന് മരിക്കുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിച്ചു. എന്നാൽ മരണത്തിനായിട്ട് അവൻ പ്രാർത്ഥിച്ചപ്പോഴും അവനെ കൊണ്ട് വൻ കാര്യം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് ദൈവം അവന്റെ പ്രാർത്ഥനയെ നിരാകരിക്കുകയാണ്. ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കാതിരിക്കുകയാണ്. ആരോരും അറിയാതെ മരുഭൂമിയിൽ കിടന്ന് മരിക്കുവാൻ തക്കണം ആഗ്രഹിച്ച പ്രവാചകനെ കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. അവനെ കൊണ്ട് അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കണം. അനേകം ജനങ്ങളുടെ ആരാധനാപാത്രമായിട്ട് അവൻ മാറണം. അവൻ മറ്റുള്ള ശിഷ്യഗണങ്ങൾ നോക്കി നിൽക്കെ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്ന് ഉടലോടെ സ്വർഗത്തിലേക്ക് അവനെ എടുക്കണമെന്നുള്ള ഒരു വലിയ ഉദ്ദേശമായിരുന്നു ദൈവത്തിനുണ്ടായിരുന്നത് എന്നുള്ളത് പിന്നീടാണ് അവന് മനസ്സിലാക്കുവാൻ തൊക്കെ സാധിച്ചത്. ഒരുപക്ഷെ അവന്റെ പ്രാർത്ഥന ദൈവം നിരാകരിച്ചുവെങ്കിലും ദൈവം അവനെ അതിനേക്കാൾ വലിയ ഒരു അവസ്ഥയിലോട്ട് ആക്കി തീർത്തെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥന നിരാകരിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ നല്ലൊരു ഉദ്ദേശത്തിനാണ് എന്ന് ഒരുപക്ഷെ നാം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 3 വാക്യത്തില് പ്രകാരം പറയുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല നീ ഇച്ഛിക്കുന്ന പോലെ ആകട്ടെ. ഇത് മറ്റാരുടെയും പ്രാർത്ഥനയല്ല, നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. വിശ്വാസികൾക്ക് ഇതായിരിക്കണം മാതൃക. കുഞ്ഞുങ്ങളെപ്പോലെ നാം പ്രാർത്ഥിക്കുന്നു.
സ്നേഹവാനും സർവജ്ഞനുമായ ദൈവത്തിനു മാത്രമേ നമ്മുടെ നന്മയ്ക്ക് ഉതകുന്നത് എന്തെന്ന് അറിയുവാൻ തക്കൊണ്ടും കഴിയുകയുള്ളൂ. തിന്മയ്ക്കായി ഞാൻ പ്രാർത്ഥിച്ചിരുന്നാലും അത് നൽകരുത്, നന്മയ്ക്കായി ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും അത് നൽകണമേ എന്നുള്ള വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രാർത്ഥന നമുക്ക് മാതൃകയായിരിക്കേണ്ടത് ആവശ്യമാണ്. ക്ഷമിക്കൂ അഥവാ കാത്തിരിക്കൂ എന്ന മറുപടി പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ലഭിക്കാറുണ്ട്. പലപ്പോഴും പ്രാർത്ഥന ഇവിടെ ഉത്തരം ലഭിക്കുവാൻ തക്കണം താമസിക്കുന്നത് ദൈവം അത് തള്ളിക്കളഞ്ഞത് കൊണ്ടല്ല, പലപ്പോഴും ഇരട്ടി അനുഗ്രഹത്തിനാണ് എന്നാണ് ഒരു ഭക്തൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം പ്രാർത്ഥനയിൽ കൂടുതൽ ജാഗരിക്കുവാൻ സഹായിക്കുന്നതാണ് പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുന്നതിനുള്ള കാരണം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മൾ ചെയ്യുവാൻ തക്കവണ്ണം വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് എന്നേക്ക് മഹത്വമുണ്ടാകട്ടെ എന്ന് എഫേസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ പറയുന്നു. ശിശുക്കളെ പോലെ നാം ചോദിക്കുന്നു, നിരൂപിക്കുന്നു. സർവജ്ഞനായ സ്വർഗസ്ഥ പിതാവ് നാം നനയ്ക്കുന്നതിലുപരിയായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനയിൽ തൽപരരായവര് വിസ്മരിക്കുവാൻ തക്കൊണ്ട് പാടില്ലാത്ത ഒരു വ്യവസ്ഥ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വ്യക്തമാക്കുകയാണ്. നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ട് എന്ന് നിനക്ക് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വച്ചേച്ച് ചെന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. ഇവിടെ സഹോദരനോട് നിനക്ക് വല്ലതും ഉണ്ടോ എന്നുള്ളതല്ല, സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടോ എന്നതാണ് പ്രശ്നം. ദൈവത്തോടുള്ള സംസർഗമാണ് പ്രാർത്ഥനയുടെ പരമമായ ഉദ്ദേശം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകും. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുവാൻ തക്കൊണ്ട് കഴിയുന്നത് എന്ന് വേദപുസ്തകം നമ്മോട് ചോദിക്കുകയാണ്. സഹോദരന് നമ്മോടുള്ള വിരോധമായിരുന്നാലും നമുക്ക് സഹോദരനോടുള്ള വിരോധമായിരുന്നാലും രണ്ടും ഒരുപോലെ കുറ്റകരമാണ്. അതുകൊണ്ട് സഹോദരനോടുള്ള ബന്ധം ക്രമപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ദൈവത്തോടുള്ള ബന്ധം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തക്കൊണ്ട് കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ഫലവത്താകുകയുള്ളൂ എന്ന് വേദപുസ്തകമേ പഠിപ്പിക്കുകയാണ്. മനുഷ്യരോട് നിരക്കുവാൻ തക്കവണ്ണം കഴിയാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തോട് നിരക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ സാരാംശം ദൈവത്തോടുള്ള സംസർഗമാണല്ലോ. സ്നേഹിതനെന്നോ ശത്രുവെന്നോ വ്യത്യാസം കൂടാതെ സകലരോടും സ്നേഹമുണ്ടായിരിക്കുക എന്നുള്ളത് വിശുദ്ധ സംസർഗം സാധിക്കേണ്ടതിനുള്ള ഒരു വ്യവസ്ഥയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചത് ജഡത്തിലുള്ള ശൂലം നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടിയാണ്. അധികം പ്രാഗൽഭ്യത്തോടെ സുവിശേഷ ഘോഷണം നടത്തുന്നതിന് വേണ്ടി ആയിരിക്കാം, അതിനുള്ള ആരോഗ്യത്തിന് വേണ്ടി ആയിരിക്കാം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചത്. എന്നാൽ പൗലോസിന്റെ മനോഭാവം നാം അവിടെ ശ്രദ്ധിക്കണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തെങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ആരോഗ്യമോ രോഗമോ എന്നത് പൗലോസ് അപ്പോസ്തലന് പ്രാധാന്യമുള്ള കാര്യമല്ല. ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടുകയാണ് പൗലോസ് അപ്പോസ്തലന് പ്രധാന താല്പര്യം. ജഡത്തിലെ ശൂലം സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ജഡത്തിൽ എനിക്ക് ശൂലം നൽകിയിരിക്കുന്നു. ദൈവം നൽകിയിരിക്കുന്ന രോഗം സദുദ്ദേശമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചു. താൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം നൽകിയതായിട്ടുള്ള ഒരു സൂചനയാണ് ഈ രോഗമെന്ന് പൗലോസ് അപ്പോസ്തലൻ സ്വയം മനസ്സിലാക്കുകയാണ്. പൗലോസ് പലവട്ടം ആഗ്രഹിച്ചു ഈ രോഗം നീങ്ങിപ്പോകുവാൻ, ദൈവത്തോട് പ്രാർത്ഥിച്ചു, പക്ഷെ ആ ശൂലം നീങ്ങിപ്പോയില്ല. പക്ഷേ അതിന് പകരമായിട്ട് ദൈവം അവന് നൽകിയത് വലിയ ദൈവകൃപയാണ് ദൈവം ഒരുക്കിയത്. ദൈവം പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ഇത് കർത്താവിന്റെ വാക്കുകൾ കേട്ട അവൻ ലഭിച്ചതായിട്ടുള്ള മറുപടിയാണ്. ഇന്ന് പലപ്പോഴും ഉദ്ദിഷ്ടമായ കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ദൈവം നമ്മെ കൈവിട്ടുവോ, ദൈവം നമ്മെ ഉപേക്ഷിച്ചുവോ എന്നുള്ള ചിന്തയിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നാൽ
ദൈവം നമുക്ക് നൽകുന്ന മറുപടികളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നാം ഈ ലോകത്തിലെ മനുഷ്യരോട് നിരപ്പുള്ളവരായിരിക്കണമെന്ന് വേദപുസ്തകമേ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തതിനെ പറ്റി ഒരു ഭക്തൻ പറഞ്ഞിട്ടുള്ളത് പ്രകാരമാണ്: പ്രാർത്ഥനയുടെ രൂപം ദൈവം തിരസ്കരിക്കാം, പക്ഷേ അതിന്റെ സാരം അവൻ നൽകുന്നു എന്നുള്ളതാണ്. രൂപം തിരസ്കരിക്കുന്ന ദൈവം അതിന്റെ സാരം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. പൗലോസിന്റെ അനുഭവം ഇതായിരുന്നു. വേറെ അനേക ഭക്തന്മാർക്കും ദൈവം ഇപ്രകാരം അനുഭവം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. വിശുദ്ധ അഗസ്തിനോസ് യൗവനകാലത്ത് ഒരു ദുർമോഹിയായിട്ട് വെറുക്കൂത്തുകൾക്ക് അടിമപ്പെട്ട് ജീവിച്ച ഒരു യുവാവായിരുന്നു. അഗസ്റ്റിനോസിന്റെ മാതാവ് വിശുദ്ധിയായ മോണിക്ക തന്റെ മകന്റെ മാനസാന്തരത്തിനായിട്ട് ദിവസവും മുട്ടിന്മേൽ നിന്ന് അനേകം മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക പതിവായിരുന്നു. സങ്കടപ്പെട്ട കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ആ മോണിക്കയെ അനേകം പേരെ കാണുവാൻ തക്കണിടയായി. സ്വന്തം ദേശമായ ആഫ്രിക്കയിലെ കാർത്തേജിൽ നിന്ന് ഉപരിപഠനാർത്ഥം ഈ മകൻ റോമാ നഗരത്തിലേക്ക് പോകുവാൻ തക്കൊണ്ട് തീരുമാനിച്ചു. വിവിധ പ്രലോഭനങ്ങളുടെ കേന്ദ്രമായ ആ നഗരത്തിൽ തന്റെ മകൻ പോവുകയാണെങ്കിൽ അവൻ വളരെയധികം വഷളത്വങ്ങൾക്ക് വിധേയനായി തീരും, അവൻ നശിച്ച് ഇല്ലാതെയായി തീരുമെന്ന് ആ അമ്മ ഭയപ്പെട്ടു. അതുകൊണ്ട് അഗസ്തിനോസ് റോമിൽ പോകാൻ ഇടവരരുത്. അതുകൊണ്ട് കണ്ണീരോടെ വീണ്ടും മുട്ടിപ്പായിട്ട് ഈ മാതാവ് പ്രാർത്ഥിക്കുമായിരുന്നു. അഗസ്തിനോസ് റോമിലേക്ക് കപ്പൽ കയറേണ്ടതായ ദിവസം വന്നു. മോണിക്ക തുറമുഖത്ത് എത്തി. രാത്രി മുഴുവൻ തന്റെ പ്രാർത്ഥന ആവർത്തിച്ചു. എന്നാൽ ആ ദിവസമായി കപ്പൽ വന്നു. ആ മകൻ അമ്മയുടെ പ്രാർത്ഥന പോലെ ഭവിച്ചില്ല. ആ മകൻ കപ്പൽ കയറി ആ കടൽ തീരത്തിൽ നിന്ന് മുട്ടിമേൽ നിന്ന അമ്മയുടെ പ്രാർത്ഥന വിലാപായി പോയി എന്ന് ആ മാതാവ് വിചാരിച്ചു. എന്നാൽ ആ യുവാവ് റോമിലെത്തി. ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് റോമിലെ ബിഷപ്പായ അംബ്രോസുമായി അഗസ്തിനോസ് പരിചയപ്പെട്ടു. ഈ ബന്ധം അവനെ ദൈവവിശ്വാസത്തിൽ ഉറപ്പിച്ചു. ജഡമോഹത്തിനും ഇതര പ്രലോഭനങ്ങൾക്കും അടിമയായിരുന്ന ആ യുവാവിനെ മാനസാന്തരത്തിലോട്ട് നയിക്കുവാൻ തക്കവണ്ണം ഈ ബന്ധം മുഖാന്തരമായി തീർന്നു. അവൻ സകല പാപ വഴികളും ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞു. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സമർപ്പിച്ചു. ക്രിസ്തുസഭ നൂറ്റാണ്ടുകളായി ആചരിക്കുന്ന ശുദ്ധ പണ്ഡിതവര്യനായ ഒരു മകനായിട്ട് അവനെ ദൈവം തീർത്തു. മോണിക്കയുടെ പ്രാർത്ഥന തന്റെ മകനെ റോമിലേക്ക് അയക്കരുത് എന്നുള്ളതാണ്. എന്നാൽ ദൈവം അവിടെ മോണിക്കയുടെ പ്രാർത്ഥന തിരസ്കരിക്കുകയാണ്. ദൈവത്തിന്റെ ഉദ്ദേശം അതായിരുന്നില്ല. അവൻ റോമിലേക്ക് പോവുകയും ആ ബിഷപ്പിനെ കണ്ടുകിട്ടുകയും അവൻ മാനസാന്തരത്തിന്റെ അനുഭവത്തിലോട്ട് കടന്നു വരികയും ചെയ്യണമെന്നുള്ളത് ദൈവം അവനെ കുറിച്ച് ആഗ്രഹിച്ചതായുള്ള കാര്യമാണ്. ഇവിടെ പ്രാർത്ഥനയുടെ രൂപം നിരാകരിക്കപ്പെടുകയാണ്. എന്നാലോ ആ അമ്മയുടെ ആ പ്രാർത്ഥനയുടെ സാരം ദൈവം അംഗീകരിക്കപ്പെടുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന തിരസ്കരിക്കപ്പെടുമ്പോൾ നാം വിചാരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ദൈവികമായ ആഗ്രഹത്തിന് ഒത്തവണ്ണം നമ്മുടെ പ്രാർത്ഥനയുടെ സാരത്തെ ദൈവം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. ഇന്ന് ലോകം മുഴുവനും വേദനയും പ്രയാസവും ഭാരം അനുഭവിക്കുമ്പോൾ നമ്മുടെ സ്വർഗപിതാവായ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ തിരസ്കരിക്കുന്നതല്ല, നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കുകയും അതിനുവേണ്ടി മറുപടി നമുക്ക് നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട സംഗതി തന്നെയാണ്. ഇപ്രകാരമുള്ള അവസ്ഥകളൊക്കെ അതിജീവിക്കുവാനുള്ള ധൈര്യവും കഴിവും നൽകുന്നത് സർവശക്തനായ ദൈവം നമുക്ക് നൽകുന്ന ഒരു വലിയ ശക്തി തന്നെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവവിശ്വാസികളെ, എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. എന്നാൽ സകല പ്രാർത്ഥനയ്ക്കുമുള്ള ഏക മറുപടിയായിട്ട് ദൈവം നമുക്ക് നൽകുന്നത്, മകനെ എന്റെ കൃപ നിനക്ക് മതി. നമുക്ക് ഈ ലോകത്തിൽ നൽകുന്ന സകല രോഗസൗഖ്യങ്ങളെക്കാളും സകല സമ്പത്തിനേക്കാളും സകല വിദ്യാഭ്യാസത്തെക്കാളും ദൈവം നൽകുന്ന കൃപ അതാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കണം. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മെ ഇവരെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സഭ അറിയിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്നവര്, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവര് ദൈവം അത്യധികമായിട്ട് വഴി നടത്തട്ടെ. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് രോഗം ബാധിച്ച് ഭവനങ്ങളിലും ആശുപത്രിയിലും ആയിരിക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് അവരെ പ്രാർത്ഥന ഓർക്കുക. പ്രത്യേകിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ട റോയിയെ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക.
കൂടാതെ കഴിഞ്ഞ 10ാം ക്ലാസ് പരീക്ഷയിൽ വിജയികളായ സാറാ വിനോദ്, സ്നേഹ, വിപിൻ ലാൽ എന്നിവരെ പ്രാർത്ഥന ഓർക്കുക. സഭയുടെ പേരുള്ള എല്ലാ ആശംസകളും ഈ സമയത്ത് അവർക്ക് അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ +2 വിജയികളായ നിമ്മി, അനുപമ, ഹന്ന എന്നിവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ഓർക്കുന്നു. അവർ ദൈവം അനുഗ്രഹിക്കട്ടെ. സഭയുടെ എല്ലാവിധമായ ആശംസകളും അവർക്ക് നേരുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് സഭയിൽ ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുവാനും ദൈവം അവസരം ഒരുക്കട്ടെ. അതിനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ദൈവനാമത്തിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരാധന അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹപൂർണമായ ആരാധന ഞങ്ങൾക്ക് നൽകിയതിനാണ് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കേട്ടതായുള്ള വചനങ്ങൾ നിഷ്ഫലമായി പോകാതെ ജീവനുള്ള വചനങ്ങളാണ് ഞങ്ങൾ നിലനിൽക്കുവാനും പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ കൃപ ലഭ്യമാകുവാനും അവിടെ ഞങ്ങളുടെ മധ്യേ പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 10ാം ക്ലാസ് പരീക്ഷ എഴുതി വിജയികളായി തീർന്ന പ്രിയപ്പെട്ട മക്കളെ ദൈവകരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവ് ഉപരിപഠനത്തിന് അഡ്മിഷൻ ലഭ്യമാകുവാനും അവർ ആഗ്രഹിക്കുന്ന വിഷയമെടുത്ത് പഠിച്ച് ഉന്നതികളിലെത്തുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. +2 പഠനം കർത്താവെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് ഉപരിപഠനത്തിന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് അങ്ങയുടെ ആരാധനയിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണേ, ശക്തീകരിക്കണമേ. കർത്താവെ, പ്രായ വ്യത്യാസം കൂടാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ആലയത്തിൽ അങ്ങയുടെ ആലയത്തിൽ ഒരുമിച്ച് കൂടുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയുടെ ദൈവവചനം കേൾക്കുവാൻ അവസരം എത്രയും പെട്ടെന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വലിയ ഈ മഹാമാരി കർത്താവെ എന്നേക്കുമായിട്ട് കർത്താവെ തീർന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ എല്ലാ മക്കളോടും സുരക്ഷിതരായിട്ട് അവിടുന്ന് പരിപാലിക്കണമേ. യേശുക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. വിശ്വാസത്തോടുകൂടി നമുക്ക് കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളാം. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ, ധൈര്യപ്പെടുവിൻ, തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിപ്പിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തമ്മിലും എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യുവിൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, കഷ്ടപ്പെടുന്നവരെ സഹായിപ്പിൻ. എല്ലാവരെയും ബഹുമാനിപ്പിൻ. പരിശുദ്ധാത്മാ ശക്തിയിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവിൻ. പിതാ, പുത്ര, പരിശുദ്ധാത്മാ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.